നമസ്തേ ശ്രീ ആർ വി ബാബു. ആറന്മുള എത്രമേൽ പരിസ്ഥിതിലോലമായ പ്രദേശമാണ് ആറന്മുള. കണ്ണാടി പോലും മിനുസമാണ് ആ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 2014 ഹരിത ട്രൈബ്യൂണൽ നിഷേധിച്ച ഒരു പദ്ധതിയാണ് ഈ ആറന്മുള വിമാനത്താവള പദ്ധതി. പക്ഷേ വീണ്ടും അത് തലപൊക്കുന്നു. അതിലെ ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ ഒരു പാരമ്പര്യം, ചരിത്രം എന്നൊക്കെ പറയുന്നത്. വീണ്ടും അധികാരത്തിലെത്തി ഒരു 6 മാസം പോലും പിന്നിട്ടിട്ടില്ല. അതിനു മുൻപേ ഈ ഭൂമാഫിയകൾ ആറന്മുളയിൽ തലപൊക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് അത് വ്യക്തമല്ലേ ഈ വിഷയത്തിൽ? ആറന്മുള വിമാനത്താവള പദ്ധതിയെ സംബന്ധിച്ച് വളരെ ജനകീയമായ ഒരു സമരം നമ്മുടെ കേരളത്തിൽ സംഘടിപ്പിച്ചു. കേരളം നാളിതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ജനകീയ മുന്നേറ്റം ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരെ ഉയർന്നു വന്നു. അത് കോടതിയും നമ്മുടെ നിയമ സംവിധാനങ്ങളും മുഴുവൻ ആ പദ്ധതിക്കെതിരായിട്ടുള്ള വിധിയാണ് നടത്തിയത്. ആ പദ്ധതി എങ്ങനെയാണ് ഗുരുതരമായിട്ട് ആറന്മുളയെ ബാധിക്കുക എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ കാലത്തുണ്ടായ പ്രളയമാണ്. ആ പ്രളയം നടന്ന സമയത്ത് ആറന്മുള അങ്ങനെ തന്നെ മുങ്ങിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അവിടെ വിമാനത്താവളമാണ് ഉണ്ടായിരുന്നതെങ്കിൽ വിമാനത്താവളം അടക്കം ആറന്മുളയെ അങ്ങനെ തന്നെ മുക്കിക്കളയാനുള്ള പ്രളയമാണ് ഉണ്ടായത്. പക്ഷേ ആറന്മുളയുടെ തണ്ണീർത്തടങ്ങൾ ആണ് ആറന്മുളയെ രക്ഷിച്ചത്. ആറന്മുളയിലെ ആ പ്രളയത്തിൽ നിന്ന് ആറന്മുളയെ രക്ഷിച്ചത് ആറന്മുളയിലെ തണ്ണീർത്തടങ്ങളാണ്, ആറന്മുളയിലെ ആ വയലുകളാണ്. അപ്പൊ അതെല്ലാം ഇല്ലാതാക്കി വീണ്ടും അവിടെ വിമാനത്താവളം പണിയാൻ വേണ്ടി നടത്തുന്ന ശ്രമം അത് ഭൂമാഫിയെ സഹായിക്കാനുള്ള ഇവരൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു പങ്ക് കച്ചവടമാണ് എന്ന് പറയേണ്ടി വരും. ഇത് മാത്രമല്ല, ഇപ്പോ ആറന്മുളയിൽ വിമാനത്താവളം എന്നുള്ളത് എരുമേലി വിമാനത്താവളമായിട്ട് മാറ്റിയിട്ട് ബിലീവേഴ്സ് ചർച്ചിന്റെ ഭൂമി വാങ്ങിയ സർക്കാർ ആ സർക്കാരിന്റെ മറ്റേ വിമാനത്താവള പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത ഭൂമിയുടെ പാരിസ്ഥിതിക ആഘാത പഠനം അടക്കം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ആ ഭൂമി ഏറ്റെടുത്ത നടപടിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. കോടതിയിൽ അതിന്റെ കേസൊക്കെ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയും കൂട്ടി വായിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ആറന്മുള വിമാനത്താവള പദ്ധതിയുമായിട്ട് ഇപ്പൊ പുനരുജ്ജീവിപ്പിക്കാൻ ഈ പറയുന്ന ആറന്മുളയുടെ MLA അബിൻ വർക്കിക്കും അവിടുത്തെ ആന്റോ ആന്റണിക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുമുള്ള ത്വര എന്താണ്, അതിന്റെ പിന്നിലെ താല്പര്യം എന്താണ് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. സ്ഥാപിതമായ ചില താല്പര്യങ്ങൾ, പണത്തിന്റെ താല്പര്യം എന്നുള്ളത് തന്നെയാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആറന്മുള വിമാനത്താവള പദ്ധതി അത് കൊണ്ടുവരാനുള്ള ഏത് ശ്രമത്തെയും കേരളത്തിലെ പ്രകൃതി സ്നേഹികൾ, ആറന്മുളയുടെ പൈതൃകത്തെ സ്നേഹിക്കുന്നവർ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ സമരം വീണ്ടും ആരംഭിക്കുന്നതിന് ഒരു മടിയും ഉണ്ടാവില്ല. കേരളം ഈ കോൺഗ്രസിന്റെ സർക്കാർ ആ കാര്യത്തിൽ യാതൊരു സംശയവും വിചാരിക്കണ്ട. തീർച്ചയായും വളരെയധികം നന്ദി. ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചിരുന്ന ശ്രീ ആർ വി ബാബു ആണ് ഈ വിഷയത്തിൽ തന്റെ ഈ നിലപാട് വ്യക്തമാക്കിയത്. എന്തായാലും വിമാനത്താവളത്തിന്റെ പേരിൽ ആറന്മുളയിലെ പച്ചപ്പും പൈതൃകവും വിഴുങ്ങാൻ നോക്കിയവർക്ക് അന്നേ മറുപടി നൽകിയതാണ് അവിടുത്തെ പൊതുജനങ്ങൾ. ഈ പമ്പാ നദിയുടെ കൈവഴികളും നെൽവയലുകളും നീർത്തടങ്ങളും ഒക്കെ നികത്തിക്കൊണ്ട് അങ്ങനെ ഒരു പദ്ധതി വിമാന മാഫിയയ്ക്ക് ആരാണ്, വിമാനത്താവള മാഫിയയ്ക്ക് ആരാണ് കൂട്ടുനിൽക്കുന്നത്? കോൺഗ്രസ് സർക്കാരാണെങ്കിൽ വീണ്ടും ആറന്മുള സമരത്തിന്റെ രണ്ടാമതൊരു ചരിത്രം കൂടി രചിക്കാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറാണ്. ഒരു അനധികൃത നിർമ്മാണവും അവിടെ നടത്തില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം 2014 ഹരിത ട്രൈബ്യൂണൽ ഈ പദ്ധതി പൂർണ്ണമായും റദ്ദാക്കിയ ഒരു ചരിത്രം കൂടിയുണ്ട്. പിന്നെ എന്തിനാണ് ഹരിത ട്രൈബ്യൂണലിനേക്കാൾ മുകളിലാണോ ഇവിടുത്തെ ADM-ഉം കളക്ടറേറ്റ് ഓഫീസും? ചോദ്യം നിർണായകമാണ്. മറ്റൊരുപാട് വാർത്തകൾ നമുക്ക് ഈ മണിക്കൂറിൽ ചർച്ചയാകുന്നുണ്ട്. പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.